ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ട്രിപ്പിൻ്റെ വീഡിയോക്കെ പതിയെ ഓരോന്നായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഏകദേശം 7 ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ഇപ്പോൾ എൻ്റെ ബാറ്ററി ഡൗൺ ആയെന്ന് ഒന്നും അറിയില്ല. ഞാൻ അങ്ങനെ മീഷേൻ്റെ അടിയൊക്കെ എടുത്ത് വൾഗർ ലുക്കിൽ ഇരിപ്പുണ്ട്. അത് നിങ്ങൾ നോക്കണം. ഞാൻ എന്തായാലും വീഡിയോ തിരിച്ച് കാണിക്കാം. അപ്പോൾ എന്തായാലും വീഡിയോ തുടങ്ങണം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാണാം. ഇതാ കാർഷനിൽ മൂടി വെച്ചിട്ടുണ്ട്. 7 ദിവസമായി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്നലെ ഞാൻ വന്നതാണ്. എന്നിട്ട് മഴയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ മൂടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കഴുകി വെച്ചിട്ടാണല്ലോ നമ്മൾ പോയത്. വണ്ടി ഇപ്പം ക്ലൈമറ്റ് ഓക്കെയാണ്. വണ്ടി ഒന്ന് എടുത്ത് ഓട്ടിക്കാം. സ്റ്റാർട്ടാവുമെന്ന് ദൈവത്തിനറിയാം. നോക്കാം എന്തായാലും. വണ്ടി എടുത്താൽ പുറത്ത് വെച്ചു. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വണ്ടി ഓണാവുമെന്നാണ് പ്രതീക്ഷ. ഇതൊക്കെ വന്നിട്ടുണ്ട്. 4 കട്ട പെട്രോൾ. ഒറ്റയടി സ്റ്റാർട്ട്. വേറെ സീനൊന്നും കാണുന്നില്ല. 7 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ടാണ്. കുഴപ്പമില്ലല്ലേ. ഇതുപോലെ ഇതിനു മുമ്പേ ട്രിപ്പ് പോയ സമയത്താണ് ബാറ്ററി ഡൗൺ ആയിരിക്കണം. അത് പഴയ ബാറ്ററി ആയിരുന്നു. ഒരു 4 വർഷം പഴക്കമുള്ള ബാറ്ററി ആയിരുന്നു. ഇത് പുതിയ ബാറ്ററി വെച്ചിട്ട് എത്ര ദിവസമായി? ഒരു 6-7 മാസമായതേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും. എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1 മിനിറ്റ് ഐറ്റിലേക്ക് കിടക്കട്ടെ. ഇപ്പോൾ വണ്ടി ലുക്കല്ലേ. അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഓട്ടിക്കാം. ഇപ്പോൾ മിററില്ലെങ്കിലും മാരക ലുക്കാണല്ലേ വണ്ടി. വാവ്, വാട്ട് എ ബൂട്ടി. ഇപ്പോൾ കിലോമീറ്റർ വന്നിട്ട് 15,944 കിലോമീറ്ററിന് വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് ട്രിപ്പ് സെറ്റ് ചെയ്താണ്. 15,944 കിലോമീറ്റർ ഉള്ളൂ. 19,000-ലാണ് സർവീസ് പറഞ്ഞെടുത്ത്. അപ്പോൾ ഇപ്പോൾ ക്ലച്ചെല്ലാം സെറ്റാണ്. നേരെ കടയിൽ കൊണ്ടുകൊടുത്ത് ഡിസ്ക് പാഡ് മാറണമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടൻറ്റായിട്ട് നമുക്ക് ഡിസ്ക് പാഡ് മാറുന്നത് സെറ്റാക്കാം. ഡിസ്ക് പാഡ് തീർന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കണം. വണ്ടി ഫുള്ള് കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ട് വേറെ സീനൊന്നുമില്ല. വണ്ടി മാരകമായിട്ട് തന്നെ പോണ്ട്. ശബ്ദമൊക്കെ നൈസ് ശബ്ദം. പക്ഷെ ചെയിൻ ലൂബ് അടിക്കുന്ന സമയത്ത് ചെറിയ അപ്പോൾ ചെയിൻ ലൂബ് അടിച്ചൊന്ന് സെറ്റാക്കണം. എനിക്കൊണ്ട് വണ്ടി ഓടാതെ വെച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ലൂബ് അടിച്ചിട്ട് ഓടാം. ആദ്യം തന്നെ എടുത്ത് ചെയിൻ ലൂബ് അടിക്കാം. ചെയിൻ ലൂബ് അടിച്ചിട്ട് വേണം ടയർ പ്രഷർ ചെക്ക് ചെയ്യണം. അന്നൊരിക്കൽ പോയ ലോങ് പോയതിനു ശേഷം ടയർ പ്രഷർ ചെക്ക് ചെയ്തില്ല. അന്ന് കുറച്ച് ഓഫ് റോഡൊക്കെ കയറിയതാണ്. അപ്പോൾ ടയർ പ്രഷർ കുറവാണെന്നാണ്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ് മാറ്റണം. അങ്ങനെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെല്ലാം ചേർത്തൊരു കിടിലൻ വീഡിയോ ആയിരിക്കും. എൻ്റെ പൈസ കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ലേ. അതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി ഇന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് പോകാം. പറഞ്ഞ പോലെ ടയർ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണം. 2 ടയറിൻ്റെ ഒന്ന് നോക്കണം. പിന്നെ ബ്രേക്ക് പാഡും പിന്നെ എന്താ പറഞ്ഞാൽ കുറച്ച് പെട്രോൾ അടിക്കണം. വേറെ എന്താ പറഞ്ഞല്ലോ, വേറെ ഒന്നുമില്ല. ഇത്രയും തന്നെ തോന്നും. 2 കാര്യം തന്നെ പറഞ്ഞു, 3 കാര്യം പറഞ്ഞില്ല. ചെയിൻ ലൂബ് അടിക്കണം. അപ്പോൾ ചെയിൻ ലൂബ് നമുക്ക് ഇവിടെ ഇരിപ്പുണ്ടെന്നോണ്. അപ്പോൾ ആ സാധനത്തിന് എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്ന TRMൻ്റേതാണെന്നോ 2 ഇത് തീർന്നു പോയി. ഇതിൽ കുറച്ചുണ്ട്. എനിക്കോട് ഒരിക്കൽ കൂടെ അടിക്കാൻ കാണുമായിരിക്കും. TRMൻ്റെ ചെയിൻ ലൂബാണ്. വാവ്, വാട്ടെ മാരകം. അപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് ഇട്ടിട്ട് നമുക്കൊന്ന് ചെയിൻ ലൂബ് അടിച്ചു കൊടുക്കാം. ഉച്ചക്കിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്നുണ്ട്. വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയൊരു ഓര് പിടിച്ച പോലെ കളർ വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ അടിക്കുകയാണ്. ഒറ്റക്കായിട്ട് അടിക്കാൻ പറ്റില്ല. പഠിച്ചിട്ട് ഒറ്റയായിട്ട് തന്നെ ചെയിൻ ലൂബൊക്കെ അടിച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് ചെയിൻ ലൂബൊക്കെ മുകളിലോട്ടൊക്കെ ചെയ്ത് കുറച്ച് വലയൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒരു തുണിയൊക്കെ എടുത്ത് ആവശ്യമില്ലാത്ത പൊടിയും കാര്യങ്ങളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വണ്ടി എടുത്ത് ഓട്ടിക്കാം. എന്നിട്ട് ബ്രേക്ക് പാഡ് മാറാൻ പോവാം, ടയർ പ്രഷറൊക്കെ മാറാൻ പോവാം. അപ്പോൾ ഈ സാധനം കൊണ്ട് വെച്ചിട്ട് നമുക്ക് തുണി എടുത്തൊന്ന് തുടങ്ങാം. വേറെ പൊടിയൊന്നുമില്ല. ജസ്റ്റ് വലയായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ, അത് മാത്രമൊക്കെ തന്നെ. ഇതൊക്കെ വെറുതെ തുടങ്ങാം. ഇവിടെയൊക്കെ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സെറ്റല്ലേ. ഇവിടെയൊന്നും വല പിടിച്ചില്ല. വണ്ടി ഇവിടെയൊക്കെ വല പിടിക്കും. അപ്പം വണ്ടി ഇതാ സെറ്റായി. ചൂരം വണ്ടി ഉണ്ടോ സെൻട്രൽ സ്റ്റാൻഡ് നിറവുണ്ട്. ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചിട്ട് വരാം. ഈ കാക്കയോടെ പോണു.
അപ്പം ജസ്റ്റ് ഒന്ന് വണ്ടി റിസർവാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ഓട്ടിച്ചിട്ട് വരാം. വീഡിയോ എടുക്കാൻ വേണ്ടി വേറെ സംഭവങ്ങളൊന്നുമില്ല. ഞാൻ ഒന്ന് ഓട്ടിച്ചിട്ട് വരാം. ഓക്കെ. പണ്ടൊക്കെ പോകുന്നൊരു സ്ഥലമുണ്ട്, ഇവിടെ അടുത്തൊരു കുളമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ വണ്ടി ന്യൂട്രലാണ്, ഇറക്കാൻ തന്നെ. അപ്പം ആ സ്ഥലം കൂടെ കാണിച്ചു തരാം. ഒരു ഗോപ്രോ എങ്ങനെ സെറ്റാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ എവിടെന്നെങ്കിലേക്ക് ഗോപ്രോ കിട്ടിയാൽ വാങ്ങിക്കേണ്ട പ്ലാനുണ്ട്. ഫസ്റ്റ് വാങ്ങിക്കേണ്ട പ്ലാനില്ല, ജസ്റ്റ് അല്ലാതെ വാങ്ങിക്കേണ്ട പ്ലാനാണ്. അപ്പം എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറച്ച് വീഡിയോസ് ഇട്ടാക്കാം. ഗോപ്രോൻ്റെ മേടിക്കുന്നുണ്ട്. എന്താ പോകണം. ഈ കുറേ ദിവസം ശേഷം വണ്ടി എടുത്തപ്പോൾ എന്തൊരു സന്തോഷം. ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറ്റി എന്ന് വലിയ കുളമല്ലോ. പണ്ട് ഇവിടെയൊക്കെ നല്ല വരുമായിരുന്നു, ഇപ്പം വരുന്നൊന്നുമില്ല. പഴയ കുളമല്ലേ. ഇപ്പോൾ കെട്ടിയടച്ച് ഇവിടെ മീൻ കൃഷിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി. വലിയ കുളമല്ലേ, പക്ഷേ വലിയ കുളമല്ലേ, ചെറിയ കുളമല്ലേ. അപ്പോൾ ചുമ്മാ വന്നതാണ്. പണ്ട് ഇവിടെയൊക്കെ വന്നിരിക്കുമായിരുന്നു. ഈശല്ലേ. പണ്ട് ഇവിടെ സൈക്കിളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അത് വീഡിയോ ഉണ്ടോ എന്തോ, പി സിയിലുണ്ടെന്നോ. അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ പറ്റൊക്കെ ആടി. അതുകൊണ്ട് അവിടെ മീൻ ഇരിക്കുന്നുണ്ടോ തീരത്ത്, കൂട്ടത്തോടെ പോകുന്നു. മീനൊക്കെ കാണും. വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പിടിച്ചെന്നാണ്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നമുക്ക് പോവാം. അപ്പോൾ വണ്ടിയിൽ ഇനി ബ്രാക്ക് പാഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 10:30 കട തുറക്കാം. ഇപ്പോൾ സമയം 9:45 ആയുള്ളൂ. അപ്പോൾ നേരെ വണ്ടി എടുത്തുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണം. വണ്ടി ചെളിയായാലും സീനില്ല, മഴയൊക്കെയാണ്. എന്തായാലും സെറ്റാക്കണം. കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പോവാം. പിന്നെ ഇതൊന്ന് ഊരി കഴുകണം, തുടയ്ക്കണം, കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. ചെറിയായിരുന്നു. നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇനി അങ്ങോട്ട് ഇതുവഴി പോകാൻ പറ്റില്ല, അവിടെ വണ്ടി കയറത്തില്ല. വന്ന വഴി നമുക്ക് തിരിച്ചു പോകണം. വണ്ടി റിസർവ് ആണല്ലോ. അതുവഴി വഴിയുണ്ട്. അപ്പം അത് തിരിച്ച് പോവാം. അത് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡും കൂടെ മാറാമെന്ന് വിചാരിച്ചു, ബാക്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഓയിലും കൂടെ വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. ഇത് എത്ര രൂപയാണ്? 125 രൂപയായിരുന്നു. നേരത്തെ വാങ്ങിച്ചു വെച്ചിരുന്നത് .4-ൻ്റെ ആണ്. അപ്പോൾ ഇതും കൂടെ മാറാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നേരെ ഇനി ബ്രേക്ക് പാഡ് മാറുന്നിടത്തത് പാഡൊക്കെ വാങ്ങിച്ചു. 249 രൂപയായി. അപ്പോൾ ഇത് സൂട്ടാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നോക്കണം. പാഡ് മാറിപ്പോയി. അപ്പോൾ വേറൊരു ബ്രേക്ക് പാഡാണ് വാങ്ങേണ്ടത്. അപ്പോൾ അത് വാങ്ങാൻ വീണ്ടും കട വന്നിട്ടുണ്ട്. 260. വണ്ടി വെച്ചിട്ട് പോവാണ്. കുറച്ച് സമയം എടുക്കും. എന്തായാലും പോയി കഴിച്ചിട്ട് വൈകിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഊരണയൊന്നും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും പണിത് വെച്ചിരിക്കട്ടെ, ബ്രാക്ക് പാഡൊക്കെ വാങ്ങിച്ചേക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയി കഴിച്ചിട്ട് വൈകിട്ട് വരാം. പൈസ അപ്പോൾ ഇതെല്ലാം മാറ്റി ഇതാ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത്രയും പൈസ ഉണ്ടായിരുന്നില്ല, നേരത്തെ തീരെ ഇല്ലായിരുന്നു. അപ്പോൾ ഇനി ബ്രാക്കും കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടി എടുത്തോണ്ട് ഓടിച്ച് നോക്കട്ടെ, ഓടിച്ചൊക്കെ സെറ്റാക്കാം. വണ്ടി ഇതാ ശരിയായി കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ബ്രാക്ക് പാഡൊക്കെ മാറി. ബ്രാക്ക് കുറച്ച് കുറവുണ്ട്. കുറച്ച് ദിവസം ഓടിയാൽ അത് സെറ്റാവും. കാണുന്നുണ്ടോ? ഞാനത് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ബ്രാക്ക് പാഡ്. ഇപ്പോൾ ഡിസ്കൊക്കെ നല്ല സെറ്റായിട്ടിരിപ്പുണ്ടായിരിക്കും, നല്ല ഹീറ്റുണ്ട്. അപ്പം വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത്. ടയറിലൊന്നും വലിയ പ്രഷർ കുറവില്ലായിരുന്നു. അന്ന് ട്രിപ്പ് പോയതിനു ശേഷം വലിയ കുഴപ്പമില്ല. 1-2 എന്തോ ബാക്ക് കുറവുള്ളൂ. എന്നാലും 20 രൂപ വാങ്ങിച്ച്. അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വേറെ നിലവിൽ വേറെ സീനൊന്നുമില്ല, എല്ലാം സെറ്റായി. ഇനിയിപ്പം അല്ലാതെ നമുക്ക് എക്സ്ട്രാ എല്ലാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് മേളിൽ പോയിട്ട് ഇൻട്രോ അവസാനിപ്പിക്കാം. റൂമിൽ പോയി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമുക്ക് വീഡിയോ അവസാനിക്കാം.
കഴിച്ച അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. താടി വരെ കുറച്ച് പൊടിച്ചു, അത്രയും ഒരു ദിവസം ഇപ്പോൾ താടിയൊക്കെ പിടിച്ച്. അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ്. അങ്ങനെ സാധനം കിട്ടി. അപ്പോൾ ഇതാണ് നേരത്തെ തീർന്ന ബ്രാക്ക് പാഡ്. അപ്പോൾ ഞാൻ തിരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതാണ് നമ്മളെ ഈ തീർന്ന ബ്രാക്ക് പാഡ്. ഉണ്ട് ഇത്രയും തീർന്നിട്ടുണ്ടോ, ഇനി ഇതിലില്ല. ഒരു വരയൊക്കെ വരുമ്പോൾ നിർത്തേണ്ടതാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ബ്രാക്ക് പാഡാണ്. ഇപ്പോൾ നമ്മളിട്ടത് കുറഞ്ഞതാണ്, അത് നമുക്ക് ഇപ്പം കുറച്ച് സീനാണ്. എന്തായാലും 19,000 സർവീസ്, ഇപ്പോൾ 16,000 ആയിട്ടുണ്ട്. ഇപ്പോൾ 3,000 കിലോമീറ്ററും കൂടി ഇത് കിടന്ന് ഓടട്ടെന്ന് വിചാരിച്ച്. അത് കഴിയുമ്പോൾ നമുക്ക് ഒറിജിനൽ തന്നെ വാങ്ങിച്ചില്ല. ഇത് ബ്രംബോ എന്ന് കണ്ടോ, ബ്രംബോ കണ്ടോ. അപ്പോൾ അത് ഒറിജിനലാണ്. ഈ സാധനവും സെയിം കണ്ടോ. അത് ബ്രംബോയുടെ ഉണ്ടായിരുന്നു, മാഞ്ഞു പോയാൽ. ബ്രംബോ അവിടെ ഉണ്ട്, അത് മാഞ്ഞു പോയി കാണും. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഈ രണ്ടും അങ്ങനെ മാറ്റി. ഇതിപ്പം വാങ്ങിച്ചത് 250 രൂപ ആയിട്ടുള്ളൂ. കുഴപ്പമില്ല. ബ്രാക്ക് ഇപ്പം ഇത് കിട്ടിയതുപോലെ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ ബൈറ്റ് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒറിജിനലായിരുന്നു. മറ്റത് ഇപ്പം ഇട്ടത് ലൂപ്പാണ്. അപ്പോൾ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും എടുത്ത് വെച്ചിരിക്കാം. ഇതാണ് എൻ്റെ പെട്ടി, കൈ കഴുകണം. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇനി ഫ്രെയിം ചെയ്ത് ഇവിടെ ഭിത്തി തൂക്കാനുണ്ട്. ഈ ഒരു മോഡലിലാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ ഈ ഒരു ആംഗിളിലാണ് ഇവിടെ ചെയ്യാമെന്ന് വെച്ചത്. 3-4 ഫോട്ടോ ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരും. അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ കേസ് എന്തായാലും അത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിരുന്നവർ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കില്ല. ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കാണും. പിന്നെ അല്ലാതെ തന്നെ കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതിന് മുമ്പേ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.